സൃഷ്ടികളിൽ ഒരാളെയും ആരാധിക്കരുത്, സൃഷ്ടാവിനെ അല്ലാതെ. അത് പറയാണ് ഈശാവാസ്യോപനിഷത്ത്. ബാല മോനെ ജോർജെ ചിന്തിക്ക്. വേദഗ്രന്ഥം പറയാണെന്ത്? അന്തം തമഃ പ്രഭിശന്തിയേ സംഭൂദ്യമുപാസതേ തതോ ഭൂയൈവതേ യഹു സംഭൂദ്യാം രഥഃ. ഈശാവാസ്യോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോക. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഘോരാന്ധകാരമായ നരകത്ത് പോവും. എങ്ങനെ? എന്ത്? സൃഷ്ടാവിനെ അല്ലാതെ സൃഷ്ടിയെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയും പശുവിനെ ആരാധിച്ചാൽ നരകത്ത് പോകുന്നതാണ് ഹൈന്ദവ വേദഗ്രന്ഥത്തിലുള്ളത്. ഞങ്ങൾ വായിച്ചു, ഞങ്ങളത് എല്ലാ സ്ഥലത്തും ജനങ്ങളോട് പറയുന്നു. അമ്പലത്തിൽ പോയിട്ട് ദേവീദേവനെ ആരാധിക്കുന്നവരോട് കെ പരമേശ്വരൻ പിള്ള എഴുതിയൊരു പുസ്തകമുണ്ട്. കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഹിന്ദുധർമ്മ പരിചയം, ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ. അത് മേൽവിലാസമാണ്. ആ ഗ്രന്ഥത്തിന്റെ 21ാമത്തെ അധ്യായം 148ാമത്തെ പേജ്. ആ പുസ്തകത്തിൽ എന്താ പറയുന്നറിയോ? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. എന്താണ്? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുത്താലല്ലാതെ ഒരു പുൽക്കൊടി നീക്കാൻ സാധ്യമല്ല. ഓ, സമസ്തക്കാർ ശരിക്ക് കേൾക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. സമസ്തക്കാരെ, നിങ്ങൾക്ക് എന്തൊരു വാദമാണോ ഉള്ളത്, അതേ വാദാണ് ഹൈന്ദവ സഹോദരങ്ങൾക്കുള്ളത്. എന്ത്? ഒരൗലിയായിനും ഒരംബിയായിനും സ്വന്തമായി കഴിവില്ല. സാക്ഷാൽ അല്ലാഹ് കഴിവ് കൊടുത്താലല്ലാതെ. ഇതേ വാചകം, ഇതേ ആശയം ഹിന്ദുധർമ്മ പരിചയത്തിൽ എങ്ങനെ വന്നു? അഥവാ ഹിന്ദുധർമ്മ പരിചയത്തിലുള്ള ആ വിശ്വാസം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു? മൊയ്തീൻ ശൈഖിനെ സ്വന്തമായി കഴിവില്ല. കെ പരമേശ്വരൻ പിള്ള പറയുന്നു ഒരു ദേവനും ഒരു ദേവിക്കും സ്വന്തമായി കഴിവില്ല. ഒരു പുല്ല് നീക്കാൻ പോലും കഴിവില്ല, സാക്ഷാൽ പ്രപഞ്ചനാഥൻ കൊടുത്താലല്ലാതെ. ആ പ്രപഞ്ചനാഥനെ കുറിച്ച് ഋഗ്വേദം 10ാം മണ്ഡലം 121ാമത്തെ സൂക്തം 1ാമത്തെ ഋക്കിൽ പറയുന്നത് എന്താ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ബുധസ്യ ജാതപതിരേക ആസിത് സദാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ അഭിശാപിതേമാം. ഈ അണ്ടകടാകത്തെ മുഴുവനും സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ഗാലക്സികളെ, കാട്ടാറുകളെ, കാനനങ്ങളെ, അതുപോലെ എല്ലാറ്റിനെയും സംവിധാനിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ, ഇരുട്ടും വെളിച്ചവും നൽകിയ നാഥൻ, ആ നാഥനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഋഗ്വേദം, ബൈബിളിലെ മാർക്കോസിലെ 12ാം അധ്യായം 29ാമത്തെ വചനം. ഷെമ്മ ഇസ്രായേല അഡോണാ എലോഹിൻ അഡോണാ യഹ്. ഹീബ്രു ഭാഷയിലാണ്. ഹീബ്രു ഭാഷയിൽ പറയാണ് ഷെമ്മ ഇസ്രായേല. ഇസ്രായേൽ സമൂഹമേ കേൾക്കുക. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ളുരിബ മസലും ഫസ്തമിഉ ലഹു. ഒരു ഉദാഹരണം ഇതാ പറയുന്നു. ഫസ്തമിഉ ലഹു, ശ്രദ്ധിച്ചു കേൾക്കണേ. ഖുർആന്റെ 22ാം അധ്യായം 73, ഖുർആന്റെ 39ാം അധ്യായം 17, 18 ശ്രദ്ധിച്ചു കേൾക്കാൻ. ഇനിയോ മഹാഭാരതത്തിന്റെ ഭഗവത്ഗീതയുടെ തുടക്കമോ? ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണ്? അർജുനനെ വിളിച്ചിട്ട് പറയുന്നത് നീ എന്റെ വാചകം ശ്രദ്ധിച്ചു കേൾക്കണം എന്നാ. എല്ലാവരും പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാൻ. ഷെമ്മ ഇസ്രായേല, ഇസ്രായേൽ സമൂഹമേ ശ്രദ്ധിച്ചു കേട്ടോ. അഡോണാ എലോഹിൻ അഡോണാ യഹ്. യഹ് അഹദ് അഹദ് ഏകം സത് ബഹുദാ വിപ്രാവദന്തി യോ ദേവാ നാം നാമദാ ഏകൈവ തുമേകം ശരണ്യം തുമേകം വരണ്യം. എത്ര വ്യക്തമാണ്! ഏകം മേഘം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രകൃതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. 5 തവണയാണ് ഏകൻ. ദൈവം ഏകനാണ്. ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല ഇല്ലല്ലാ, വഹദായ ഏകനായ അല്ലയല്ലാതെ. അവന്റെ വഹദാനിയത്ത് അതാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ